നമസ്കാരം. ആഗോള കമ്പ്യൂട്ടർ രംഗത്ത് വിപ്ലവം തീർത്ത വൻകിട കമ്പനിയായ മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ വൻ നിക്ഷേപത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ AI സാങ്കേതിക വിദ്യാ വികസനത്തിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി $17.5 ബില്യൺ, അതായത് 1.5 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഈ നിക്ഷേപ പദ്ധതി മൈക്രോസോഫ്റ്റ് ഏഷ്യയിൽ ഇതുവരെയും നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതാണ്. ഇന്ത്യയിൽ മൈക്രോസോഫ്റ്റ് നടത്തുന്ന ബൃഹത് നിക്ഷേപത്തെ സംബന്ധിച്ച് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് സത്യ നദല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ത്യയുടെ ക്ലൗഡ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അടിസ്ഥാന സൗകര്യങ്ങൾ, വൈദഗ്ധ്യം, നിലവിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി 4 വർഷത്തിനുള്ളിൽ, അതായത് 2026 മുതൽ 2029 വരെയുള്ള കാലയളവിനുള്ളിൽ $17.5 ബില്യൺ നിക്ഷേപം നടത്താൻ മൈക്രോസോഫ്റ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഏഷ്യയിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപമാണ്. ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ച $3 ബില്യൺ നിക്ഷേപത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പുതിയ നിക്ഷേപം, അദ്ദേഹം കുറിച്ചു. മൈക്രോസോഫ്റ്റിന്റെ ഇന്ത്യ AI പര്യടനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സത്യ നദല്ല നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് മൈക്രോസോഫ്റ്റ് തങ്ങളുടെ പുതു നിക്ഷേപത്തെ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യയുടെ AI റോഡ് മാപ്പും വളർച്ചാ മുൻഗണനകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സത്യ നദല്ലയും നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാര വിഷയമായി. ഈ വർഷം ഇത് 2ാമത്തെ തവണയാണ് മൈക്രോസോഫ്റ്റ് CEO ഇന്ത്യ സന്ദർശിക്കുന്നത്. ദേശീയ തലത്തിൽ AI നവീകരണത്തെയും ആക്സസിനെയും നയിക്കുന്ന സമഗ്രമായ ഒരു ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണവുമായി യോജിച്ച മേഖലകളിലാകും മൈക്രോസോഫ്റ്റിന്റെ നിക്ഷേപം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല എക്സിലൂടെ കുറിച്ചത് ഇപ്രകാരമാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, ഇന്ത്യയുടെ AI അവസരത്തെക്കുറിച്ചുള്ള പ്രചോദനാത്മകമായ സംഭാഷണത്തിന് നന്ദി. രാജ്യത്തിന്റെ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യയുടെ AI ഭാവിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, കഴിവുകൾ, ശേഷികൾ എന്നിവ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിന് മൈക്രോസോഫ്റ്റ് $17.5 ബില്യൺ വാഗ്ദാനം ചെയ്യുന്നു. സത്യ നദല്ലയുടെ ഈ പോസ്റ്റിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചത് ഇപ്രകാരമാണ്: AI കാര്യത്തിൽ ലോകം ഇന്ത്യയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. മൈക്രോസോഫ്റ്റ് CEOയുമായി വളരെ ഫലപ്രദമായ ഒരു ചർച്ച നടത്താനായി ഈ കമ്പനി ഏഷ്യയിലെ എക്കാലത്തെയും വലിയ നിക്ഷേപം നടത്തുന്ന ഇടമായി ഇന്ത്യയെ തിരഞ്ഞെടുത്തതിൽ ഏറെ സന്തോഷമുണ്ട്. AI ശക്തി നവീകരിക്കാനും പ്രയോജനപ്പെടുത്താനും ഇന്ത്യയിലെ യുവാക്കൾ ഈ അവസരം പ്രയോജനപ്പെടുത്തും, പ്രധാനമന്ത്രി കുറിച്ചു. AI ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കുമ്പോൾ വിശ്വാസത്തിലും പരമാധികാരത്തിലും നങ്കൂരമിട്ട നവീകരണത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ടു പോവുകയാണ്. മൈക്രോസോഫ്റ്റിന്റെ പുതിയ നിക്ഷേപ പദ്ധതി ലോകത്തിന് വിശ്വസനീയമായ ഒരു സാങ്കേതിക പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു. ഈ പങ്കാളിത്തം പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്ന് AI പൊതു അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള രാജ്യത്തിന്റെ കുതിപ്പിന് മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ച നിക്ഷേപത്തെ സംബന്ധിച്ച് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചു. 3 പതിറ്റാണ്ടിലേറെയായി മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെ ഭാഗമാണ്. രാജ്യം AI ഭാവിയിലേക്ക് ആത്മവിശ്വാസത്തോടെ നീങ്ങുമ്പോൾ 1 ബില്യൺ സ്വപ്നങ്ങൾക്ക് ശക്തി പകരാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, നവീകരണം, അവസരം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിശ്വസനീയ പങ്കാളിയായി നിലകൊള്ളാനാവുന്നുവെന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. മൈക്രോസോഫ്റ്റ് ഇന്ത്യ ദക്ഷിണേഷ്യ പ്രസിഡന്റ് പുനീത് ചന്ദോക് പറഞ്ഞു. ഈ വർഷം ജനുവരിയിൽ പ്രഖ്യാപിച്ച $3 ബില്യൺ നിക്ഷേപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ നിക്ഷേപ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പദ്ധതി ഇന്ത്യയുടെ AI അഭിലാഷത്തിനൊപ്പം സഞ്ചരിക്കാനും അതേ തുടർന്നുണ്ടാകുന്ന ഗുണഫലങ്ങൾ രാജ്യത്തെ ഓരോ പൗരനിലേക്കും എത്തിക്കുന്നതിനും ഞങ്ങൾ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കമ്പനിയുടെ പുതിയ നിക്ഷേപം ഇന്ത്യയിലുടനീളമുള്ള ക്ലൗഡ്, AI അടിസ്ഥാന സൗകര്യങ്ങൾ, നൈപുണ്യ സംരംഭങ്ങൾ, നിലവിലുള്ള പ്രവർത്തനങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്തും, മൈക്രോസോഫ്റ്റ് വൃത്തങ്ങൾ പറയുന്നു. 2026 പകുതിയാകുമ്പോഴേക്കും പ്രവർത്തനക്ഷമമാകുന്ന പുതിയ ഡാറ്റാ സെന്റർ വഴി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈപ്പർ സ്കെയിൽ സാന്നിധ്യം സ്ഥാപിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും മൈക്രോസോഫ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. ഏകദേശം 2 ഈഡൻ ഗാർഡൻ സ്റ്റേഡിയങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് തുല്യമായ വലിപ്പത്തിലാണ് പുതിയ ഡാറ്റാ സെന്റർ സ്ഥാപിക്കപ്പെടുക. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈപ്പർ സ്കെയിൽ മേഖലയായിരിക്കും.
2030 ആകുമ്പോഴേക്കും മൈക്രോസോഫ്റ്റിന്റെ നിക്ഷേപം വിനിയോഗപ്പെടുത്തി 20 ദശലക്ഷം ഇന്ത്യക്കാരെ AI ഡിജിറ്റൽ സ്കില്ലുകളിലേക്ക് എക്വിപ്ഡ് ചെയ്യുന്നതും പുതിയ നിക്ഷേപ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഈ പദ്ധതി ആഗോള AI ഹബ്ബായി മാറാനുള്ള ഇന്ത്യയുടെ പ്രയാണത്തിന് കൂടുതൽ വേഗത പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.